ഇനി ക്രിസ്മസ് ദിനത്തിൽ പുരോഹിതന്മാരടക്കമുള്ളവരുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഡൽഹിയിൽ നിന്ന് പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, ആരൊക്കെ ഈ പ്രധാനമന്ത്രിയുടെ ഈ ഒരു ബസന്ത് അല്ല, ക്ഷമിക്കണം, അനൂപ് ദാസ് ആണ് വിവരങ്ങളുമായുള്ള. അനൂപ്, ഈ വിരുന്നിൽ ആരൊക്കെ പങ്കെടുത്തിരുന്നു? അഞ്ജു ബോബി ജോർജ് ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ആണ് ഇതിൽ ചർച്ചയായത്? ഈ ക്രിസ്മസ് വിരുന്നിന് അത്തരത്തിലുള്ള ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെ വലിയ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട്? പ്രധാനമായും ഇതിൽ പങ്കെടുത്ത ആളുകളുടെ പേര് നമ്മൾ പരിശോധിച്ചാൽ കർദിനാൾ ഓൾസോഡ് ഗ്രേഷ്യസ്, ബിഷപ്പ് അനിൽ കുട്ടോ, ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര, ബിഷപ്പ് പോൾ സ്വരൂപ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഒപ്പം തന്നെ അഞ്ജു ബോബി ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത ആളുകൾ പുറത്തു വന്ന ശേഷം നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ക്രിസ്മസ് വിരുന്ന് മാത്രമായിട്ടാണ് സംഘടിപ്പിച്ചത്. പരസ്പരമുള്ള ആശയങ്ങൾ സംസാരിച്ചു. ഒപ്പം തന്നെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഈ പരിപാടി. അതല്ലാതെ രാഷ്ട്രീയമൊന്നും ചർച്ചയായിട്ടില്ല ഈ വിരുന്നിൽ എന്ന് പറയുകയുണ്ടായി. പുറത്തു വന്ന ശേഷം ഈ ഉള്ളിൽ സംസാരിച്ച ആളുകൾ ഏതാണ്ട് 60ഓളം പേരാണ് പങ്കെടുത്തത്. അതിൽ 20ഓളം മലയാളികളുണ്ട്. ഒപ്പം തന്നെ മാർപ്പാപ്പയുമായി നേരത്തെ സംസാരിച്ചപ്പോഴുണ്ടായിട്ടുള്ള അനുഭവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചു. അതിൻ്റെ കൂടെ മാർപ്പാപ്പയെ 2024 അവസാനമോ 2025 ആദ്യമോ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ട് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിരുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്താകമാനം ക്രിസ്ത്യൻ വിഭാഗത്തെ ചേർത്ത് നിർത്താൻ BJPയും പ്രധാനമന്ത്രിയും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നമുക്കറിയാം സ്നേഹയാത്രയെല്ലാം നടക്കുന്നു. നേരത്തെ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ പള്ളിയിൽ പോയിരുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ സമൂഹത്തെ ചേർത്ത് പിടിക്കാനായി. മണിപ്പൂർ കലാപമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഈ ഒരു ക്രിസ്മസ് വിരുന്ന് ഒരുക്കുകയും ഇങ്ങനെ പുരോഹിതന്മാരെ ഉൾപ്പെടെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും പരാമർശം ഉണ്ടായിരുന്നോ ഈ വിരുന്നിൽ? അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രധാനമന്ത്രിയോട് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ഈ പുരോഹിതന്മാരോ മറ്റോ? ഇല്ല, മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചയും ഇന്നത്തെ ഈ ക്രിസ്മസ് ദിന പരിപാടിയിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും പുരോഹിതർ ഇക്കാര്യം ചോദിച്ചതായും നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. പോയ ആളുകളോട് നമ്മൾ ചോദിച്ചിരുന്നു മണിപ്പൂർ വിഷയം ചർച്ചയായിട്ടുണ്ടോ, ഒപ്പം തന്നെ മറ്റേതെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ടോ എന്ന കാര്യം. പക്ഷേ അതൊന്നും ചർച്ചയായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. മണിപ്പൂർ വിഷയത്തിൽ പൂർണ്ണമായ മൗനമാണ് ഇന്നത്തെ പരിപാടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ശരി, അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മാർപ്പാപ്പ 2025 പക്ഷേ ഇന്ത്യയിലേക്ക് എത്തിയേക്കാമെന്നുള്ള ഒരു കാര്യം കൂടി ഇന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വിരുന്നിന്റെ ഭാഗമായി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന വിരുന്നിൽ പ്രത്യേക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ബിഷപ്പ് തോമസ് മാർ ആന്റോണിയോസ്. കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കാമെന്നും ബിഷപ്പ് തോമസ് മാർ ആന്റോണിയോസ് പറഞ്ഞു. അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രഖ്യാപനമൊന്നും നടത്തിയില്ല. എന്നാൽ പൊതുവെ വളരെ നിർഭരമായ ഒരന്തരീക്ഷമാണ് ഈ മീറ്റിങ്ങിൽ ഉടനീളം ഉണ്ടായിരുന്നത്. കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരുക്കിയ വിരുന്ന് മികച്ചതായിരുന്നുവെന്ന് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര. വിരുന്നിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായില്ല. മാർപ്പാപ്പ അടുത്ത വർഷം പകുതിയോടെയോ 2025 ആദ്യമോ ഇന്ത്യയിലെത്തുമെന്ന പ്രതീക്ഷ പ്രധാനമന്ത്രി പങ്കുവച്ചെന്നും ബിഷപ്പ് പറഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടൊരു ഇവന്റായിരുന്നു. ക്രൈസ്തവ സമൂഹം രാജ്യത്തിന് നൽകുന്ന സംഭാവനകളെ പരാമർശിച്ചു. അതിലെല്ലാവർക്കും ക്രിസ്മസ് വിഷ് ചെയ്തു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ പരാമർശിച്ചില്ല. അതിനുള്ളൊരു അവസരമല്ലായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്മസ് വിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് ആദ്യമായിട്ടാണ് ക്രിസ്മസിന്റെ ദിവസം ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ഇങ്ങനെയുള്ളൊരു ആശംസ നടത്തുകയും ചെയ്തത്. അതിൽ പൊതുവെ ക്രൈസ്തവ സമൂഹം വളരെ സന്തുഷ്ടരാണ്. എന്തായാലും പങ്കെടുത്തിട്ടുള്ള ബിഷപ്പുമാരുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഈ മാർപ്പാപ്പ എത്തുമെന്നുള്ള കാര്യമൊക്കെ വളരെ സന്തോഷത്തോടെ അവർ ഏറ്റെടുക്കുകയാണ്. ഒപ്പം മാത്രമല്ല, ഇനിയും ഇത്തരത്തിലുള്ള തുടർ ചർച്ചകൾ, തുടർ വിരുന്നുകൾ ഒക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ സന്തോഷമുള്ള ക്രിസ്മസ് ആയിരുന്നുവെന്ന് അഞ്ജു ബോബി ജോർജ്. കായിക മേഖലയിലെ സാധ്യതകളെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ പറ്റി. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയായില്ലെന്നും അഞ്ജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ശേഷം അഞ്ജു ബോബി ജോർജ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് വിരുന്ന് പരിപാടികൾ? Merry Christmas to everyone. It was such a wonderful Christmas. ഈ വർഷത്തെ ക്രിസ്മസ് പ്രൈം മിനിസ്റ്ററിൻ്റെ കൂടിയായിരുന്നു. ഒരു
കേരളത്തിലേക്ക് ഞാൻ പോയതാണ് സത്യം പറഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കാൻ. അവിടെ നിന്നാണ് പെട്ടെന്ന് കോൾ വന്നിട്ട് ഇങ്ങോട്ട് വരേണ്ട വന്നത്. പക്ഷേ ഇതൊരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളുടെ ക്രിസ്ത്യൻസ് ഒരുമാതിരി എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ക്രിസ്മസ് സന്ദേശത്തിലും നമ്മളുടെ പ്രൈം മിനിസ്റ്റർ യൂത്തിൻ്റെ വെൽബീയിങ്ങും യൂത്തിൻ്റെ ഇമ്പോർട്ടൻസും എങ്ങനെ ഡ്രഗ്സിൽ നിന്നൊക്കെ മാറി നിൽക്കാം, ഓൾവേസ് ഈസ് ഡൂയിങ് ദാറ്റ്. നല്ല മെസ്സേജസാണ് നൽകിയത്. എന്തെങ്കിലും പ്രധാനമായ കാര്യം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റിയോ? എൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ കാലത്ത് സ്പോർട്സിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, ഞങ്ങളുടെ കാലത്തിൽ ഇല്ലാതിരുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് സ്പോർട്സ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, നമ്മളുടെ മെഡൽ ഇപ്പോൾ ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്തിനും ഒക്കെ കൂടുതൽ മെഡൽ കിട്ടുന്നു. പിന്നെ സാറ് 36 ഒളിമ്പിക്സ് ഇന്ത്യയിൽ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി വില്ലിങ്നെസ് കാണിച്ചു. അതൊരു വലിയ സന്തോഷം. അതൊക്കെ പങ്കുവെച്ചു. അതല്ലാതെ കൂടുതൽ രാഷ്ട്രീയ കാര്യമോ മതപരമായ കാര്യമൊക്കെ ചർച്ചയായോ? ഇല്ല, ഒന്നുമില്ല. ഇത് പ്യുവറായിട്ടൊരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. വിഷസ് ആയിരുന്നു, ക്രിസ്മസ് വിഷസ് എല്ലാവർക്കും. സാറിൻ്റെ സ്പീച്ചിലും അതൊക്കെ തന്നെയായിരുന്നു. ശരി, താങ്ക് യു. താങ്ക് യു. എന്തായാലും വളരെ സന്തോഷത്തോടെയാണ് ഈ ക്രിസ്മസ് വിരുന്ന് പൂർത്തിയായത് എന്ന് അഞ്ജു ബോബി ജോർജ് പറയുന്നു. ജഗദീഷ് കൃഷ്ണനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.